എന്നിട്ട് ടെറിട്ടോറിയൽ ഞാൻ അവമാനിച്ചത്, ഞാനല്ല അവമാനിച്ചത്, അവമാനം അവിടെ നടന്നു കഴിഞ്ഞു. ആ നടന്ന അപമാനത്തെ പറ്റി ഇനിയും ടെറിട്ടോറിയൽ ആർമിയെ ഇങ്ങനെ അപമാനിക്കരുത്, അല്ലെ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വിട്ടുവീഴ്ച സംഭവിക്കരുത് എന്ന് ഞാൻ പറയാനുണ്ടാകുന്ന കാരണം കൂടെ ഞാൻ പറയാം. ഞാനും ഇവിടെ ഒരു വെള്ളപ്പൊക്ക ഭീതിയിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ എനിക്ക് നാളെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ മേല. ഞാൻ അവിടെ ചാകാൻ കിടക്കുമ്പോഴോ അല്ലെ എന്റെ ബന്ധുക്കൾ ചാകാൻ കിടക്കുമ്പോഴോ ഇങ്ങനെ ഒരു കാഴ്ചയും ഇങ്ങനത്തെ ഒരു പരിപാടി അവിടെ ആരും അവതരിപ്പിക്കരുത്. അപ്പൊ എനിക്ക് ചിലപ്പോ ദേഷ്യം വന്നിരിക്കാം, സങ്കടം വന്നിരിക്കാം, എന്താണ് സന്തോഷം വരത്തില്ല. ഹായ് മച്ചാമാരെ, ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് അണ്ണൻ, നമ്മുടെ മലയാള സിനിമാ താരം സിദ്ദിഖ് അണ്ണൻ, പിന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന സിദ്ദിഖ് അണ്ണൻ. ആ സിദ്ദിഖ് അണ്ണനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാനല്ല, ചൈത്താനാണ്. ചൈത്താൻ സിദ്ദിഖ് അണ്ണൻ്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുത്ത 2-3 ഡയലോഗാണ്. നിങ്ങൾ പലവരും അത് കേട്ടിട്ടുണ്ടാകും, കേട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾ കേട്ടോളി. അപ്പോൾ ചൈത്താൻ പറയണത്, അപ്പോൾ എനിക്ക് സിദ്ദിഖ് അണ്ണനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, അണ്ണൻ്റെ സിനിമാ സംഘടനയിൽ തന്നെ അണ്ണൻ്റെ പല നടന്മാരും നടിമാരെ അവിടെ കയറി പിടിച്ചു, ഇവിടെ കയറി പിടിച്ചു, എന്നെ ആ ലോഡ്ജ് കൊണ്ട് പീഡിപ്പിച്ചു, മാസങ്ങളോളം പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികൾ നടന്മാരുടെ മേലെ ഉണ്ട് അണ്ണ. അതിൻ്റെ എന്തൊക്കെയോ റിപ്പോർട്ട് ഇപ്പോൾ വരാനും പോകണ്ട അണ്ണ. അപ്പോൾ സിദ്ദിഖ് അണ്ണ, ആദ്യം നിങ്ങളുടെ സംഘടനയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കും, എന്നിട്ട് പോരെ ഈ മറ്റേ സംഘികൾക്കെതിരെയും അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന പല തെണ്ടിത്തരത്തിനെതിരെയും വിമർശിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ മേലേക്ക് കേസ് കൊടുക്കാൻ നിങ്ങളെക്കൊണ്ടേ അതൊന്നും കഴിയില്ല. സംഘികളെയൊക്കെ വിമർശിക്കാൻ സിദ്ദിഖ് അണ്ണ നിന്നെ കൊണ്ട് കഴിയോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് നിനക്കേ കഴിയില്ല. കഴിയുന്നവർ അത് വിമർശിച്ചോട്ടണ്ണ. അണ്ണൻ തലപ്പത്തിരിക്കുന്ന അമ്മയുടെ സംഘടനയിൽ ആളാകാൻ വേണ്ടിയിട്ട് ഒരു പൂച്ചാണ്ടി കാണിച്ചല്ലോ അണ്ണൻ. അപ്പോൾ ആളാകാൻ വേണ്ടി പൂച്ചാണ്ടി കാണിക്കണത് അമ്മയുടെ സംഘടനയിൽ നിങ്ങളുടെ നടന്മാർക്കും നടിമാർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചിട്ടൊന്ന് ആളാകാൻ നോക്കി. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ, ബാക്കിയുള്ള ചൈത്താൻ പറഞ്ഞോളൂ. മറ്റേ അമ്മയുടെ സെക്രട്ടറി ഇല്ലേ, അമ്മയുടെ പുതിയ സെക്രട്ടറി സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു നടനില്ലേ, അയാളുടെ ഒരു ഇന്റർവ്യൂവിൽ അയാൾ പറയുകയാണേ, ഞാൻ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നവരും അപ്പുറം പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ചു, നേരത്തെ ഞാൻ കേട്ടതാ. അയാൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കുമെന്ന്. ഞാനങ്ങനെ ആലോചിക്കാറില്ല, ഞാൻ ഒരു വട്ടമേ ആലോചിക്കാറുള്ളൂ. ഞാൻ ഒരു വട്ടം ആലോചിച്ച സിദ്ദിഖ് 100 വട്ടം ആലോചിക്കുന്ന പോലെയാ. കാരണം എന്നാന്നറിയോ, ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളേ, ഇത് എന്റെ കയ്യിൽ ഇപ്പൊ ഈ ഡിയോഡറന്റ് ഉണ്ട്. സിദ്ദിഖിന്റെ കയ്യിൽ അതില്ലെങ്കിൽ സിദ്ദിഖ് അത് ഇങ്ങനെ, ഇത് നമ്മള് ഇത് ഒറ്റ വട്ടം മതി. പക്ഷെ ഇത് ഇല്ലെന്ന് അങ്ങ് വിചാരിക്കുക. ഇതിന് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കാൻ ഇതിന് സമയം എടുക്കുക. ഇതിനകത്ത് ഇത് ഏതിന്റെ എങ്ങനെ, ഏത് നിറം, എന്ത് ഡിസൈൻ, ഒത്തിരി ആലോചിക്കേണ്ടി വരും. ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി എടുത്തോണ്ട് വരുമ്പോൾ ആലോചിക്കേണ്ടി വരും. അതായിരിക്കും 100 വട്ടമൊക്കെ ആലോചിക്കേണ്ടി വരുന്നത്. ഒരു തടവ് ആലോചിച്ച സിദ്ദിഖ് 100 തടവ് ആലോചിച്ച മാതിരി എനിക്ക് 100 പേർ ഇருக்கு. അയാളുടെ ഇന്റർവ്യൂ മൊത്തം വീണ്ടും വൻ പരാജയമാണ്. നല്ല ഒന്നാന്തരം മണ്ടത്തരങ്ങളാണ്. നല്ല ആലോചനയുള്ള ആളാണെന്ന് വർത്താനം കേട്ടാ അറിയാം. ഇവരൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴല്ലേ അറിയുന്നത് എന്തോ തലയ്ക്കകത്തിരിക്കുന്നതെന്ന്. അയ്യ, വിഗ് വെച്ചാൽ നമുക്ക് ഈ തലയെ മുടിയില്ലാത്തൊക്കെ മറയ്ക്കാൻ പറ്റും. പക്ഷെ ഉണ്ടല്ലോ, ഈ ഓരോന്ന് പറയത്തില്ലേ, ഒരുപാട് ആലോചിച്ച് അപ്പൊ നമുക്ക് തലയ്ക്കകത്തിരിക്കുന്ന മണ്ടത്തരങ്ങൾ മൊത്തം മനസ്സിലാക്കാൻ പറ്റും. മേക്കപ്പ് ഇട്ടാലൊക്കെ ബുദ്ധി ഉണ്ടാവൂടെ. മലയാള സിനിമയാണ് പ്രവർത്തന മേഖല, അല്ല തന്നെ ഇന്ത്യൻ സിനിമ മൊത്തം ഏകദേശം രസമാണ് പ്രവർത്തനം. അല്ല ഇവരൊക്കെ അല്ലേ, ആരാ ഇവരൊക്കെ. അപ്പോ അയാള് പറയാ ഈ ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞ പബ്ലിക് ന്യൂസൻസ് ആണെന്ന്. എപ്പോഴാ പറഞ്ഞതെന്നറിയോ, വേറൊരു പബ്ലിക് ന്യൂസൻസ് ഉണ്ടായപ്പോ അതിനെപ്പറ്റി ഞാൻ കമന്റ് പറഞ്ഞു. അതാണ് ശരിക്കും പബ്ലിക് ന്യൂസൻസ്. പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, പല തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരാൾ ബിഹേവ് ചെയ്യുക. അല്ല അഭിപ്രായം പറയുന്നതിന് പബ്ലിക് ന്യൂസൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റായികയല്ല, പറ്റും. പക്ഷെ എന്നാലും മറ്റൊരു പബ്ലിക് ന്യൂസൻസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ഈ പബ്ലിക് ന്യൂസൻസ് ചൂണ്ടിക്കാണിച്ച ആളൊരു പബ്ലിക് ന്യൂസൻസ് ആണ്. എങ്ങനെയുണ്ട്?
അപ്പൊ അയാൾ മറ്റേതൊന്നും കണ്ടില്ലേ? ഇയാൾക്ക് മനസ്സിലായില്ലേ? അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ കണ്ട ഒരു പബ്ലിക് ന്യൂസിന്റെ അകത്ത് കയറിയിട്ടുണ്ട്, പണത്തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു. ഇവരൊക്കെയാ ശരിക്കും പബ്ലിക് ന്യൂസൻസ്. എവിടെ ഇറങ്ങി ചെന്ന് ആള് തടിച്ചു കൂടും, ഗതാഗത തടസ്സം ഉണ്ടാവും, രക്ഷാപ്രവർത്തനം വരെ നിന്നുപോയി, നിലച്ചുപോയി കുറച്ചു നേരത്തേക്ക്. അത്രയും വലിയ പബ്ലിക് ന്യൂസൻസ് ഉണ്ടോ ഇവിടെ? ലോകത്തുണ്ടോ അങ്ങനത്തെ ന്യൂസൻസ്? എന്നിട്ട് ഇയാൾ പറയാ കുറ്റവാളിയെന്ന്. ഇതിനൊക്കെ എതിരെ ഇവര് കാണിച്ച പോലത്തെ കേസൊക്കെ എല്ലായിടത്തും എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഇവര് പറയുന്ന എല്ലാ കാര്യത്തിനും ഇവരുടെ സിനിമയ്ക്കും എല്ലാം ഉണ്ട് പ്രശ്നങ്ങൾ. ഇതിന് കേണ്ട കൃത്യമായിട്ട് വേണ്ടി ചെയ്യുന്ന ആൾക്കാരെ പോലെയാ പറഞ്ഞു. ആ ഇരിപ്പും മട്ടൊക്കെ ഉണ്ടോ ഓർക്കും ഇയാളങ്ങ് ഏതാണ്ടങ്ങ് ഭയങ്കര ആളാന്ന്. പഴയ കേസൊക്കെ ഏതൊക്കെയാണോ അത്രയും കേസൊന്നും എനിക്കില്ല. ഇപ്പോഴുള്ള കേസ് 2021-22 ഈ സിദ്ദിഖിനൊക്കെ എതിരെ പരാതികളുണ്ട്. അതുപോലത്തെ പരാതിയൊന്നും എനിക്കില്ല. നാണം കെട്ട പരാതികളാ അതൊക്കെ. അവരൊക്കെയാ എന്നെ നോയ്സൻസ് ആണെന്ന്. നോയ്സൻസ് ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതാ ഇവിടുത്തെ കുഴപ്പം. ഇതന്നെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഇടപെടുന്ന വാർത്തകളൊക്കെ എന്താ, ആരും വാർത്ത വായിക്കാത്തവരും ഒന്നും അറിയാത്തവരും, നിങ്ങൾ ചുറ്റുമുള്ളവരൊക്കെ നിങ്ങൾ പറയുന്ന കേട്ടങ്ങ് വിശ്വസിച്ചിരിക്കുകയെന്ന് കരുതി ബാക്കി എല്ലാവരും നിങ്ങളങ്ങ് വിശ്വസിക്കുകയെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓഹ്, ഒരു മേന്യം വന്നേക്ക്. കുറ്റം ചെയ്യാത്തൊരാൾ എന്നെ കുറ്റവാളി എന്ന് തന്നെ വിളിക്കണമെന്ന്. അതിനകത്ത് എവിടുന്ന് എങ്ങനെ പഠിപ്പിക്കും ഇവരെയൊക്കെ? കുറ്റാരോപിതൻ, അതാണ് അതിന്റെ കറക്റ്റ് ചെയ്യണം കേട്ടോ. വിവരക്കുറവുണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട്. അത് ഇനി ഇറങ്ങിയാണെന്ന് മൈക്കും പിടിച്ചുകൊണ്ട് ഇറങ്ങല്ലേ. ഒത്തിരി മണ്ടത്തരമായി പറയുന്നു. ഇനി ഇത് കൂടിക്കഴിഞ്ഞുണ്ടല്ലോ മറ്റേ ആ പുള്ളിക്ക് കിട്ടുന്ന പട്ടം കിട്ടും കുറെ ആയി കഴിഞ്ഞ. അത്രേ ഉള്ളൂ തലയ്ക്കകത്തൊക്കെ, കൂടുതലൊന്നും ഇല്ല. അതിനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാ, ഒന്നും തോന്നരുത്. പറയുന്നതൊക്കെ കേട്ടാ അറിയാം എവിടെന്നാ വരുന്നതെന്ന്. ഓ, ഇവൻ അവിടെ നിന്ന് വരുന്ന ആളാന്ന് വന്നിരുന്നങ്ങ് ഉണ്ടാക്കുക. ഓ, ഞാൻ അതിനകത്ത് പറയാ 100 വട്ടം ആലോചിച്ചിട്ടാ പറയുന്നതെന്ന്. 100 വട്ടം ആലോചിച്ചിട്ട് ഇത്രയും മണ്ടത്തരം പറയണമെന്നുണ്ടെങ്കിൽ എന്തുമായിരിക്കും ഇയാള്? അതറിയാൻ വേണ്ടി സിദ്ധിക്കുന്ന വന്നിരിക്കുന്നു. ഓ, അങ്ങ് ഭയങ്കര ആലോചിച്ചാ ഞാൻ ഓരോന്ന് ചെയ്യാറെന്ന്. പിന്നെ എന്തെങ്കിലും ആലോചിച്ച് ഞാൻ പിന്നെ പുറകോട്ട് ഇറങ്ങത്തില്ലെന്ന്. ഭയങ്കര സിനിമ ഡയലോഗായിപ്പോയി. ഈ സിനിമയിലൊക്കെ ഇരുന്ന് ഇങ്ങനത്തെ ഡയലോഗ് പറയുമ്പോൾ വേറെ ഏതോ ബോധമുള്ളവരത്തിന് എഴുതി തരുന്ന എന്നുള്ള ബോധമെങ്കിലും വേണം. മനസ്സിലായോ? അവർക്കൊക്കെ വിവരമുള്ളവർ എഴുതുന്ന ഈ കഥയും തിരക്കഥയും ഡയലോഗൊക്കെ. എല്ലാത്തിനും അല്ല, മിക്കതിനും. അതൊന്നും ഇറങ്ങിയാണെന്ന് പറയരുത്. സിനിമയിൽ പറയുന്ന പോലെ അങ്ങ് പണഞ്ഞ ഉടനെ അത് പുറത്തിറങ്ങി എല്ലാവരും അങ്ങ് വിശ്വസിക്കും. ആ ഒരൊറ്റ ഇന്റർവ്യൂ മതി മനസ്സിലാക്കാൻ. 100 വട്ടം ആലോചിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാ ഇരുന്ന്. എവിടെ ഈ ബുദ്ധിയൊക്കെ ഇരിക്കുന്നേ? എവിടെയാ ശരിക്കും? ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് നിങ്ങളുടെയൊക്കെ തലച്ചോറ്? അല്ല, എന്ത് ഈ കാണുന്നതും കേൾക്കുന്നത്? ഭയങ്കര ഡയലോഗ് അടിയാ. ഞാൻ പബ്ലിക് ന്യൂസൻസ്, കുറ്റവാളി, 11 മാന്യന്റെ കേസുകളാ കാണണ്ടേ. ഇതുവരെയുള്ള കേസുകൾ, ഇയാളെ ആരോപിച്ച കുറ്റങ്ങൾ, ഇയാളെ അന്ന് ഈ എന്തൊക്കെ ആരോപണങ്ങളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഏതൊക്കെ വിഷയത്തിലാണ് ഇങ്ങേർക്കൊക്കെ ആരോപണങ്ങൾ ഉണ്ടായെന്ന് അറിയാമല്ലോ. അപ്പൊ അവൻ തന്നെ അന്ന് തിരിച്ചറിഞ്ഞാന്നോ അവൻ കുറ്റവാളിയാണെന്ന്? ബുദ്ധിയും ബോധം ഇല്ലാത്തവനൊക്കെ ഇറങ്ങിക്കോളും ഓരോ മണ്ടത്തരങ്ങൾ 100 വട്ടം ആലോചിച്ച് പറയാൻ. ഞാൻ ഒരു തടവ് ആലോചിച്ച നീ 100 തടവ് ആലോചിക്കണ മാതിരി. അയ്യോ, ആരുടെയിലൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങണ്ടേ ഇതൊക്കെ? സ്വന്തമായിട്ടായാലും പറ്റത്തില്ല. ഒരു ഡയലോഗ് പോലും സ്വന്തമായിട്ട് കൊള്ളാമെന്ന് പറയത്തില്ല നീ ഒന്നും. അതിനുള്ളതില്ല. വേറെ വല്ലവരോടും ചോദിച്ചിട്ട് വല്ല സ്ക്രിപ്റ്റ് റൈറ്ററോ വല്ലവരോടും ചോദിക്കുപോയി ഈ ഡയലോഗ് എന്തോ പറയണമെന്ന്. സ്വന്തം ഡയലോഗൊന്നുമില്ല. ആ സ്വന്തം ഡയലോഗ് കണ്ടപ്പോ അത്ര ഞാൻ ശ്രദ്ധിച്ചോളൂ. അല്ല, നിന്റെ ഒന്നും വർത്താനൊന്നും അധികം കേൾക്കാറേ ഇല്ല. പിന്നെ ഇവന്മാര് പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ ഞാനെന്തുവാ?
വേറെ ലോകത്തെ ആൾക്കാർ അറിയാത്ത മനുഷ്യനോ? കേൾക്കേണ്ട ആൾക്കാർ വേറെ ഉണ്ട്, അവരെയൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ ഇപ്പൊ എന്നെ പറ്റി പറഞ്ഞുകൊണ്ടാ കേട്ടോ ഇതൊക്കെ കേട്ടോ, അല്ലാതെ സിനിമയുടെ പ്രൊമോഷൻ ഒന്നും കാണാറില്ല. പിന്നെ എന്റെയൊക്കെ വായിന്ന് വരുന്ന ഓരോ പൊട്ടത്തരൊക്കെ കേട്ടോണ്ടിരിക്കാൻ പോവല്ലേ. പിന്നെ കാണാനും പിന്നെ ഭയങ്കര മെച്ചപ്പെട്ട ആൾക്കാര്. അയ്യോ, 100 പ്രാവശ്യം ആലോചിച്ചെന്ന് ഞാൻ എന്ത് ചെയ്താലും. ആദ്യത്തെ തന്നെ കിട്ടി. ഇനിയും വരണം കേട്ടോ ഇതുപോലത്തെ വർത്താനൊക്കെ പറയാൻ. എന്നിട്ട് അവസാനം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തോറ്റ് തുന്നം പാടി കഴിയുമ്പോ കേസ് കൊടുക്കാൻ പോവും, കോടതി ചെന്ന് പറഞ്ഞു കൊടുക്കും അവൻ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇയാൾ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് വരും. കാരണം ഇത്രയും വണ്ടന്മാർക്കൊക്കെ ഇതാ പരിപാടി, എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയുക. ഉള്ളതില്ലാത്ത ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവര് ഉള്ള കള്ളത്തരം എല്ലാം പറഞ്ഞ് നടക്കുക. എന്തൊരു നോയ്സൻസ് ആണെന്നാ. ഞാൻ നോയ്സൻസ് ആണ്, ഇവരൊക്കെ അതിൽ കൂടുതൽ നോയ്സൻസ് ആണ്. അതിനെപ്പറ്റി ഒത്തിരി പേര് പറയാറുണ്ട്. കേസുണ്ട്, ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്, ഇനിയും കുറെ പേര് പറയും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും, ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാവും നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. എനിക്ക് കുറെ അറിയാം, മനസ്സിലായോ? അല്ല എന്നെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ല അറിയാൻ, അങ്ങനെ അറിയാനൊന്നുമില്ല. ആരും അങ്ങനെ പറഞ്ഞു നടക്കത്തൊന്നുമില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, മനസ്സിലായോ? ഏത് അല്ലാതെ ചുമ്മാ കിടന്നുകൊണ്ട് അവസാനം പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കരുത് ആൾക്കാരെ. അതിനുള്ള ബോധം വേണം. അത് 100 വട്ടം ആലോചിച്ചിട്ടാണ് ഇമാതിരി കേസിലൊക്കെ പോയി ചാടുന്നതെന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ചിരിക്കുക. ഇയാളെ കേസ് എടുത്ത് നോക്ക്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. സിദ്ദിഖിന്റെ കഴിഞ്ഞ മുമ്പത്തെ വർഷം 2021 ആ സമയത്ത് എങ്ങാണ്ടൊരു കേസുണ്ട്. അന്ന് ഇയാൾ ചിലപ്പോൾ 100 വട്ടം ആയിരിക്കത്തില്ല, 17 വട്ടം ആലോചിക്കത്തുള്ളായിരിക്കും. അതിന്റെ ആയിരിക്കും. ഇപ്പൊ 100 ആയപ്പോ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രായം കൂടുമ്പോ കുറയുന്നതാണോ അതോ ഓരോന്ന് കണ്ടു കഴിഞ്ഞ് പഠിക്കുന്നതാണോന്ന് അറിയത്തില്ല. പിന്നെ അതിനു മുമ്പും കേസുണ്ട്. അന്ന് ഇതേപോലെ തന്നെയാ. അന്നൊക്കെ കുറ്റവാളിയല്ലേ, നമുക്ക് സംഭവിക്കുമ്പോ ഒന്നും കുറ്റവാളിയല്ല, കുറ്റാരോപിതൻ. അതിജീവിതയും കുറ്റാരോപിതനും തമ്മിലുള്ള ചില പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഇതേപോലത്തെ മണ്ടത്തരമൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ഇരുന്ന്. അന്നൊന്നും ശ്രദ്ധിച്ചില്ലേ ഞാൻ ഇയാളെയൊക്കെ ആരാ ശ്രദ്ധിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിക്ക് സിനിമയിലൊക്കെ സംഭവമൊക്കെ ആയിരിക്കും, അല്ലാതെ പുറത്തൊക്കെ വന്നിട്ട് ഇതേപോലത്തെ വർത്താനം പറയാൻ ഒരു 5 മിനിറ്റ് എങ്ങാനും എവിടെ നിന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ മേലാല് ഇത് പറയത്തില്ല. അതുപോലെ ആക്കി തന്നേന്. അവിടെ ഇരുന്ന് പറയും, അല്ലാതെ ഇവ കാര്യങ്ങൾ നേരിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ക്ഷണിക്കുന്നു. വരുവോ ഈ വഴിക്ക്? ഇതേ സംഭവം ഇവിടെ നടന്ന സംഭവം ഒരു ലൈവ് ടെലികാസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരുത്തിന് പറഞ്ഞു കേട്ടോ, ഏതെങ്കിലും ഒരുത്തിന് ഭയങ്കര മഹാ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ ആരോ മഹാന്ന് വിചാരിക്കും. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഇതിനെ ഒന്നും. അതുകൊണ്ട് പറയുക, എനിക്കിതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല ഈ സാധനങ്ങളെ. ഉണ്ടേ വാ നോക്കാം. ഏതെങ്കിലും ലൈവിലിരുന്ന് അങ്ങ് സംസാരിക്കും. എന്റെ അടുത്തെങ്ങാനും കിട്ടിയിരുന്ന അവനെ ഞാൻ കേണ്ടൊക്കെ പറയുന്നുണ്ട്. ഒല്ലത്തിയേനെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നൊക്കെ ആരോഗ്യമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് വേണേ വല്ല ഇടിക്കാനോ എന്തോ ചവിട്ടാനോ ഒക്കെ പറ്റുമായിരിക്കും. അല്ലാതെ വേറെ ഒന്നും പറ്റത്തൊന്നുമില്ല പിന്നെ ഒന്നും കൊണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന മാക്സിമം 100 വട്ടം ആലോചിച്ചൊരു മണ്ടത്തരം പറയാന്നുള്ളതാ. കുറ്റവാളി എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയെന്നൊരു സംശയം. ഇന്റർവ്യൂ കണ്ടാന്ന് ആരെങ്കിലും ഒന്നറിയാം, അങ്ങനെ തന്നെ വേണം പറയാന്ന് അങ്ങ് ഉറപ്പിച്ചു പുള്ളി. അത്ര അതിനിടയിൽ ആ ഗ്യാപ്പ് ഉണ്ടാകുന്ന. അപ്പൊ 100 വട്ടം ആലോചിച്ചാ കണ്ടത്. ഭയങ്കര സ്പീഡാ കേട്ടോ ആലോചനയ്ക്ക്. 100 വട്ടം ആലോചിച്ചിട്ട് പറഞ്ഞ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞോണ്ട് ഓരോ കൂട്ടുകാരനും കൊള്ളാം. മറ്റേ കൂട്ടുകാരൻ എന്ത് ചെയ്യും? ഒരുത്തനുണ്ടാകുന്നല്ലോ മേജർ തട്ടിപ്പ് കേസിലൊക്കെ എന്നിട്ട് ഇതുപോലെ പെട്ടിട്ടുണ്ട്. അയാളുടെ ഫോട്ടോ ഒന്നും വന്നില്ല ഇതുവരെ. പോലീസുകാർക്ക് എടുക്കാനൊന്നും പറയാം. അതിന്റെ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാത്ത എന്താ? അതുപോലെ തന്നെ ഇവന്റെ ഒക്കെ കേസിൽ എന്താ ഇങ്ങനത്തെ ഫോട്ടോ വരാത്ത? അതിന്റെ മീഡിയ അങ്ങനെ. അയ്യോ കൊള്ളാം. അടുത്തതിന് കുറച്ച് ദിവസം കഴിയുമ്പോ കൂടുതൽ മനസ്സിലാവും. നല്ലപോലെ മനസ്സിലാക്കാം. 100 എന്നുള്ള 1000 വട്ടം ആലോചിക്കാൻ പറ്റുമോ?